Most often, it is the responsibility of the sons to take up the burden of their families. Here we are discussing such a topic, The Glass Menagerie, written by Tennessee Williams. Thomas Layner Williams III is popularly known by his pen name Tennessee Williams. വളരെ പ്രശസ്തനായ അമേരിക്കൻ റൈറ്റർ, അതേപോലെ തന്നെ സ്ക്രീൻ റൈറ്റർ ആണ് ടെന്നസി വില്യംസിന്റെ ദ ഗ്ലാസ് മെനേജറി എന്ന നാടകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തോമസ് ലെയ്നർ വില്യംസ് III എന്നാണ്. ടെന്നസി വില്യംസ് എന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. His contemporaries are Eugene O'Neill and Arthur Miller, and all the three are the foremost playwrights of the 20th century American drama. അദ്ദേഹത്തിന്റെ സമകാലീനരായ നാടകകൃത്തുക്കളാണ് യൂജിൻ ഒനീൽ, ആർതർ മില്ലർ. യൂജിൻ ഒനീൽ നമ്മൾ അറിയാം, ദ എംബറർ ജോൺസ് എന്ന നാടകം എഴുതിയ ദ ഹാരി ഏപ്പ, അതേപോലെ എംബറർ ജോൺസ് തുടങ്ങിയ നാടകങ്ങൾ എഴുതിയ വ്യക്തിയാണ്. അതേപോലെ തന്നെ ആർതർ മില്ലർ, അദ്ദേഹത്തിൻ്റെയും അവരും ഈ രണ്ട് നാടകകൃത്തുക്കളോടൊപ്പം തന്നെ വളരെ പ്രശസ്തനായ നാടകകൃത്താണ് നമ്മുടെ ടെന്നസി വില്യംസ്. ഇവരെ മൂന്ന് പേരെയും 20ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ പ്ലേ റൈറ്റ്സിൽ പ്രധാനികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദ ഗ്ലാസ് മെനേജറി ഈസ് എ മെമ്മറബിൾ പ്ലേ ബൈ ടെന്നസി വില്യംസ്. ടെന്നസി വില്യംസിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉള്ള ആത്മകഥാപരമായിട്ടുള്ള ഒരു നാടകമാണ് ദി ഗ്ലാസ് മെനേജറി. അതോടൊപ്പം തന്നെ ഒരു മെമ്മറബിൾ പ്ലേ ആണ്, ഒരു ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ്, തന്റെ പാസ്റ്റിനെ കുറിച്ച് എഴുതിയ ഒരു കഥയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻക്ലൂഡിങ് ദ ഓഥർ, his histrionic mother and his mentally fragile sister. നമുക്കറിയാം, ഈ നാടകത്തിൽ ടെന്നസി വില്യംസിന്റെ ആത്മകഥ ആ ഒരു അംശം ഇതിനകത്ത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ തന്നെ ഒരു കഥാപാത്രമുണ്ട്. ടോം എന്ന കഥാപാത്രം ടെന്നസി വില്യംസ് തന്നെയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ അമാന്ത എന്ന ആ ലേഡി അദ്ദേഹത്തിന്റെ അമ്മയെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോറ എന്ന സഹോദരി, മെന്റലി ഫ്രജൈലായ ലോറ എന്ന സഹോദരിയും തന്റെ സഹോദരി തന്നെയാണ്. ആ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് നമുക്ക് ഈ നാടകത്തിൽ കാണാൻ സാധിക്കും. ആൻഡ് വി ക്യാൻ സീ ദ എലമെന്റ്സ് ഓഫ് ഹിസ് ഏർലിയർ റിട്ടൺ വർക്ക് ദ ജെന്റിൽമാൻ കോളർ ഇൻ ദിസ് പ്ലേ. അദ്ദേഹം നേരത്തെ എഴുതിയ ദ ജെന്റിൽമാൻ കോളർ എന്ന കൃതിയുടെ അംശങ്ങളും ഈ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. And it was first premiered in Chicago in 1944. 1944 ഈ നാടകം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് ഷിക്കാഗോയിലാണ്. ആൻഡ് ഇറ്റ് ഈസ് വില്യംസ് ഫസ്റ്റ് സക്സസ്ഫുൾ പ്ലേ വിച്ച് മെയ്ഡ് ഹിം ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫിഗർ ഇൻ അമേരിക്കൻ ലിറ്ററേച്ചർ. അമേരിക്കൻ ലിറ്ററേച്ചറിൽ, അമേരിക്കൻ സാഹിത്യത്തിൽ ഒരു ആദരണീയനായ വ്യക്തിയാക്കി മാറ്റിയ, ഒരു പ്രധാനിയാക്കി മാറ്റിയത് ഈ ഒരു നാടകമാണ്. ആൻഡ് നമ്മൾ പറഞ്ഞു ദ ഗ്ലാസ് മെനേജറി എന്ന നാടകം, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ടെന്നസി വില്യംസ്. ദ മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ. ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അമാന്ത വിങ്ഫീൽഡ്. അമാന്ത വിങ്ഫീൽഡ് എന്ന സ്ത്രീയാണ്. ഷീ ഈസ് ദ നേറ്റീവ് ഓഫ് മിസിസിപ്പി ആൻഡ് വാസ് അബാൻഡൻഡ് ബൈ ഹർ ഹസ്ബൻഡ്. മിസിസിപ്പി, അമേരിക്കയിലെ മിസിസിപ്പിയാണ് അവരുടെ സ്വദേശം. ഹസ്ബൻഡ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. And she faces a lot of problems in bringing up her two children, Tom and Laura. തൻ്റെ രണ്ട് മക്കള് ടോം, ലോറ എന്നീ രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആൻഡ് ഷീ ഫേസസ് ഹാർഷ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓൾസോ. സാമ്പത്തികമായിട്ടുള്ള കടുത്ത പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് ഷീ ലോങ്സ് ഫോർ കംഫേർട്സ് ഇൻ ലൈഫ് ബട്ട് ഫെയിൽസ്. തൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്, പക്ഷേ എല്ലാ അർത്ഥത്തിലും അവർ പരാജയപ്പെട്ടു പോകുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ലോറ വിങ്ഫീൽഡ്. രണ്ടാമത്തെ കഥാപാത്രം ലോറ വിങ്ഫീൽഡ്. ഷീ ഈസ് അമാന്താസ് ഡോട്ടർ ആൻഡ് ടോംസ് എൽഡർ സിസ്റ്റർ. ടോമിന്റെ മൂത്ത സഹോദരിയാണ്. ചെറിയ വയസ്സിന്റെ വ്യത്യാസമാണ്. ടോമിന്റെ മുതിർന്ന സഹോദരി, അതേപോലെ അമാന്തയുടെ മകളാണ്. എ ചൈൽഡ്ഹുഡ് ഇൽനെസ് മെയ്ഡ് ഹർ എ ലിംബ് ആൻഡ് ഷീ സഫേഴ്സ് മെന്റൽ ഫ്രെജിലിറ്റി ആൻഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ചെറുപ്പത്തിൽ ഒരു രോഗം വന്നിട്ട് അവൾക്കൊരു കാലിന് ചെറിയ മുടന്തുണ്ട്. അതേപോലെ തന്നെ ആ ഒരു രോഗം കാരണം, ആ ഒരു ശാരീരികമായ വൈകല്യം കാരണം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കുന്നു. അതേപോലെ തന്നെ മെന്റലി ഫ്രജൈലാണ്, വളരെ വീക്കായിട്ട്, വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു ഗേൾ ആണ് ലോറ. ആൻഡ് ഷീ ഹാസ് ക്രിയേറ്റഡ് എ വേൾഡ് ഓഫ് ഗ്ലാസ് ഫിഗേഴ്സ്. അവൾക്ക്
അവളുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് കുറച്ച് ഗ്ലാസ് ഫിഗേഴ്സ് ആണുള്ളത്, ഗ്ലാസ് കൊണ്ടുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ. ആൻഡ് ദ യൂണിക്കോൺ ഇൻ ഹർ കളക്ഷൻ റെപ്രസെന്റ്സ് ലോറ ഇറ്റ് സെൽഫ് ആസ് ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് ഫ്രജൈൽ. അവളുടെ കളക്ഷനിലുള്ള ഒരു യൂണിക്കോൺ ഉണ്ട്, ഒറ്റ കൊമ്പുള്ള ഒരു കുതിരയുണ്ട്. ആ ഒരു ഗ്ലാസ് ഫിഗർ അവളെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവൾക്ക് പ്രിയപ്പെട്ട ഒരു ഫിഗറാണ്, ഗ്ലാസ് ഫിഗറാണ്. ആ ഒരു ഗ്ലാസ് ഫിഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ലോറയെ തന്നെയാണ്. കാരണം അത് യൂണിക്കാണ്. അതേപോലെ യൂണിക്ക് മീൻസ് വ്യത്യസ്തമാണ്, മറ്റുള്ളവയിൽ നിന്നും ഒറ്റക്കൊമ്പുള്ളതാണ്, മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഫ്രജൈലാണ്, ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വേഗം നിലത്ത് വീണാൽ പൊട്ടുന്ന രീതിയിലുള്ള ഒന്നാണ്. അതേ മാനസികാവസ്ഥയാണ് ലോറയ്ക്കുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ടോം വിൻഫീൽഡ്. അടുത്തത് ടോം വിൻഫീൽഡ് ആണ്. And Amanda's son, who is working in a shoe warehouse but is frustrated in his job and aspires to be a poet. ടോം വിൻഫീൽഡ് അമാന്തയുടെ മകനാണ്. ലോറയുടെ സഹോദരൻ, ഇളയ സഹോദരനാണ്. ഇളയതാണ്, ചെറുതാണ്. ചെറുത് മീൻസ് അവളുടെ പ്രായത്തേക്കാൾ കുറഞ്ഞ വയസ്സുള്ള ആളാണ്. ആൻഡ് ഹീ ഈസ് ഫ്രസ്ട്രേറ്റഡ് ഇൻ ഹിസ് ജോബ്. ഒരു ഷൂ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ ജോലിയിൽ സംതൃപ്തനല്ല അദ്ദേഹം. ആൻഡ് ഹി ആസ്പയർസ് ടു ബി എ പോയറ്റ്. അയാൾക്ക് ഇഷ്ടം ഒരു കവിയായി മാറുക എന്നുള്ളതാണ്. ഹി സ്ട്രഗിൾസ് ടു റൈറ്റ് വൈൽ ബീയിങ് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആൻഡ് ഇറിറ്റബിൾ. അസ്വസ്ഥമായിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഉറക്കം കിട്ടാത്ത സമയങ്ങളിലൊക്കെ എഴുത്തിലൂടെ തന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ടോം. ആൻഡ് ഹി ഓഫൺ എസ്കേപ്സ് ഫ്രം റിയാലിറ്റി ബൈ സീയിങ് മൂവീസ്. സിനിമകളൊക്കെ കണ്ടാണ് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, യാഥാർത്ഥ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതാണ്. അങ്ങനെയുള്ള റിയൽ ലൈഫിൽ തൻ്റെ അമ്മ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ സഹോദരി മറ്റൊരു വശത്ത്, രണ്ടും എക്സ്ട്രീമിസിന്, അതായത് എന്താണ്, സഹോദരി മെന്റലി വീക്കാണ്, അതേപോലെ തന്നെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണ്. അതേസമയം അമാന്ത വിൻഫീൽഡ് ലക്ഷൂറിയസ് ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ജീവിതത്തിൽ എങ്ങും എത്താതെ പോയ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ രണ്ട് പരാതികളുടെ ഇടയിൽ നിന്ന് ഒളിച്ചോടുന്നത് സിനിമകൾ കണ്ടിട്ടാണ് ടോം ആ ഒരു യാഥാർത്ഥ്യം മറയ്ക്കുന്നത്. ആൻഡ് ഹി ഈസ് ബർഡൻഡ് വിത്ത് ഫാമിലി ബട്ട് ലോങ്സ് ടു എസ്കേപ്പ്. തൻ്റെ കുടുംബത്തിൻ്റെ ഭാരത്തിൽ ആ ഒരു മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ്. അതായത് കുടുംബം ഭാരം കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അയാൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ദെൻ ജിം ഓ'കോണർ, ആൻ ഓൾഡ് ഹൈസ്കൂൾ അക്വൈൻറ്റൻസ് ഓഫ് ടോം ആൻഡ് ലോറ അറ്റ് സോൾഡൻ ഹൈസ്കൂൾ. സോൾഡൻ ഹൈസ്കൂളിൽ ടോമിൻ്റെയും ലോറയുടെയും ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു പരിചയക്കാരനാണ്. ആൻഡ് ഹി വാസ് എ പോപ്പുലർ അത്ലറ്റ് ആൻഡ് ആക്ടർ ഡ്യൂറിങ് ദോസ് ഡേയ്സ്. ആ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഒരു അത്ലറ്റ് ആയിരുന്നു, അതേപോലെ തന്നെ ഒരു ആക്ടറുമായിരുന്നു നമ്മുടെ ജിം ഓ'കോണർ. നൗ ഹി ഈസ് വർക്കിംഗ് ആസ് എ ഷിപ്പിംഗ് ക്ലർക്ക് അറ്റ് ദ സെയിം കമ്പനി വിത്ത് ടോം. ടോമിനോടൊപ്പം നമ്മൾ പറഞ്ഞ ടോം ഒരു ഷൂ കമ്പനിയിലാണ്. ആ കമ്പനിയിൽ ഷിപ്പിംഗ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് ജിം. ആൻഡ് ഹി വിഷസ് ടു സ്റ്റഡി പബ്ലിക് സ്പീക്കിംഗ്, റേഡിയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഐഡിയാസ് ഓഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഡെയിൽ കാർണേജ്. ഡെയിൽ കാർണേജുമായിട്ട് ബന്ധപ്പെട്ട സെൽഫ് ഇംപ്രൂവ്മെന്റ് ഐഡിയാസ്, അതായത് എന്താണ്, നമുക്കറിയാം ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പ്രശസ്തമായ ബുക്ക് എഴുതിയ വ്യക്തിയാണ് ഡെയിൽ കാർണേജ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അതേപോലെ തന്നെ റേഡിയോ എഞ്ചിനീയറിങ്, പബ്ലിക് സ്പീക്കിംഗ്, അതിലൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജിം ഓ'കോണർ. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് വിങ്ഫീൽഡ്, മിസ്റ്റർ വിങ്ഫീൽഡ്. മിസ്റ്റർ വിങ്ഫീൽഡ് ടോമിൻ്റെ ലോറയുടെ അച്ഛനാണ്, ആൻഡ് ദ ഹസ്ബൻഡ് ഓഫ് അമാന്ത, ആൻഡ് ഹി ഈസ് ആൻ അൺസീൻ ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിൽ, ഈ നാടകത്തിലെ നമ്മൾ അൺസീൻ ആയിട്ടുള്ള കഥാപാത്രമാണ്. ആൻഡ് ഹി ലെഫ്റ്റ് ഹിസ് ഫാമിലി 16 years ബിഫോർ. 16 വർഷങ്ങൾക്ക് മുൻപ് കുടുംബം വിട്ടു പോയ ഒരു വ്യക്തിയാണ് മിസ്റ്റർ വിങ്ഫീൽഡ്. ദെൻ കഥയിലേക്ക് വരാം. ദ പ്രോട്ടഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി ഈസ് ടോം, ഹു റിക്കലക്ട്സ് ദ ഇൻസിഡൻസ്. ഇത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ മെമ്മറബിൾ പ്ലേ ആൻഡ് ദ പ്രോട്ടഗണിസ്റ്റ് ഈസ് ടോം. ടോം വിങ്ഫീൽഡ് ആണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം, അല്ലെങ്കിൽ അയാളുടെ ഓർമ്മയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ മെമ്മറി and Amantha, a middle-aged woman, lives in St. Louis apartment with her son Tom in his 20 years and Laura, who is slightly elder to Tom. സെന്റ് ലൂയിസ് എന്ന അപ്പാർട്ട്മെന്റിൽ അമാന്ത ജീവിക്കുന്നു. 2 മക്കളുണ്ട്.
20 വയസ്സാണ് ടോമിന്. ടോമിനേക്കാളിലും 1-2 വയസ്സ് വ്യത്യാസമുള്ള ലോറയോടൊപ്പം ആണ് ടോമിനോടും ലോറയോടൊപ്പം സെന്റ് ലൂയിസ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ആൻഡ് ഷീ ഈസ് എ സർവൈവർ ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റ്. ഒരു സർവൈവറാണ്, അതായത് ഷീ സഫേർഡ് എ ലോട്ട് ഇൻ ഹർ ലൈഫ്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് അതിജീവിച്ച വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരു പ്രാഗ്മാറ്റിസ്റ്റ് മീൻസ് പ്രായോഗിക ബുദ്ധിയുള്ള ഒരു ലേഡി. ആൻഡ് ഷീ ഏൺസ് ഫോർ ഓൾ ദ കംഫർട്ട്സ് ആൻഡ് അഡ്മിറേഷൻ ദാറ്റ് ഷീ ഗോട്ട് ഇൻ ഹർ യൂത്ത്. തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ, യുവത്വ കാലഘട്ടത്തിൽ തനിക്ക് കിട്ടിയ ആരാധന, അതായത് ഒരുപാട് പേര് വളരെ സുന്ദരിയാണ്, അങ്ങനെ ഒരുപാട് പേരുടെ ആരാധന കഥാപാത്രമായിരുന്നു. അതേപോലെ തന്നെ ഈ ജീവിതത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്, പക്ഷേ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഷീ ഈസ് മോർ വറീഡ് അബൌട്ട് ഹർ ഡോട്ടർ ലോറ ആസ് ഷീ ഈസ് എ ഗേൾ വിത്ത് എ ലിംബ് ആൻഡ് ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് എ ബൗട്ട് ഓഫ് ഫ്ലൂറോസിസ് ആൻഡ് ഷീ ഫിയർ ദി ഔട്ട്സൈഡ് വേൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടിക്കാലത്തുള്ള ഒരു രോഗം കാരണം ഒരു മുടന്ത് ബാധിച്ച പെൺകുട്ടിയാണ് ലോറ. അതായത് നമ്മുടെ പോളിയോ ബാധിച്ച പോലെയുള്ള ഒരു പെൺകുട്ടി. അതോടൊപ്പം തന്നെ ആ ഒരു പോരായ്മ കാരണം പുറം ലോകവുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഇല്ലാതാക്കിയ പെൺകുട്ടിയാണ്. അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പെൺകുട്ടി. അവളെ കുറിച്ചാണ് ഈ അമാന്തയ്ക്ക് വളരെയധികം ടെൻഷൻ ഉള്ളത്. And Tom works in a shoe warehouse to support his family, and he is so bored of his job but finds pleasure in writing poems and going to movies. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടോമിൻ്റെ അവസ്ഥ. ടോം ഒരു ഷൂ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, പക്ഷേ ജോലിയിൽ അസംതൃപ്തനാണ്. കുടുംബത്തിന് പ്രാരാബ്ദം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ്. അവൻ്റെ ആശ്വാസം കണ്ടെത്തുന്നത് സിനിമയ്ക്ക് പോകും, അതോടൊപ്പം തന്നെ കവിതകളൊക്കെ എഴുതുക. അങ്ങനെ അവന് ആശ്വാസം കണ്ടെത്തുന്നു. ലോറ സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ഹർ ടൈം വിത്ത് ഹർ ലിറ്റിൽ ഗ്ലാസ് ആനിമൽസ് ആൻഡ് അമാന്ത സജസ്റ്റ് ടു ഫൈൻഡ് എ സ്യൂട്ടർ ഫോർ ലോറ ടു ഗെറ്റ് ഹർ ഔട്ട് ഓഫ് ഹർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആൻഡ് ദസ് ടോം ഇൻവൈറ്റ്സ് ജിം ടു ഹിസ് ഫാമിലി. ഒരു ദിവസം അമാന്ത പറയുന്നു, ലോറയ്ക്ക് ഒരു കാമുകനെ കിട്ടുകയാണ് എങ്കിൽ ഇവള് പുറലോകമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ഇവളുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ലാതെയാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെ ടോം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജിമ്മിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് അമാന്ത വാസ് സോ ഡിലൈറ്റഡ് ആൻഡ് പ്രിപ്പയർസ് എ സ്പെഷ്യൽ ഡിന്നർ ഫോർ ജിം. ഈ ഒരു സംഭവം അമാന്തയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം ജിം എന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരുന്നു, അതേപോലെ അവന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡിന്നർ ഒക്കെ ഉണ്ടാക്കുന്നു. ആൻഡ് ഷെയർസ് ഹെർ ഓൾഡ് മെമ്മറീസ് in her youth. She shares her old memories. ജിമ്മിനോട് തൻ്റെ പഴയ കഥകൾ പറയുന്നു. തൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ചെറുപ്പകാലത്തിലെ ആരാധനാ കഥാപാത്രമായിരുന്നു അമാന്ത എന്ന ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ പഴയ കാലം ഓർത്തെടുക്കുന്നു. ജിമ്മുമായിട്ട് അതൊക്കെ ഷെയർ ചെയ്യുന്നു. ആൻഡ് ലോറ റിയലൈസസ് ദാറ്റ് ജിം ഈസ് റിയലി ദ ബോയ് ഷീ സൈലന്റ്ലി ലവ്ഡ് ഇൻ ഹർ ഹൈസ്കൂൾ ഡേയ്സ്. ഈ സമയത്ത് ലോറ മനസ്സിലാക്കുന്നു, ജിം എന്ന ആ ചെറുപ്പക്കാരൻ താൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താൻ ഇഷ്ടപ്പെട്ടിരുന്ന, നിശബ്ദമായി താൻ പ്രണയിച്ച ചെക്കനാണ് ഇവനെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഹി ഓൾസോ കെപ്റ്റ് എ സൈലന്റ് ലുക്ക് ഓൺ ഹെർ ബട്ട് ഇറ്റ് വാസ് എ ഫെയിലിയർ. അവനും അതേപോലെ ലോറയെ ഒരു പ്രത്യേക പരിഗണന കണക്കാക്കിയിരുന്നതാണ്. അതായത് ലോറയോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു അവനും, പക്ഷേ അത് സൈലന്റ് ലവ് ആയിരുന്നു, ഒരു നിശബ്ദ പ്രണയമായിരുന്നു. അത് സക്സസ് എത്താതെ പോയ ഒരു പ്രണയമാണ്. രണ്ടുപേരും ഹൈസ്കൂൾ സെക്ഷനിൽ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ രണ്ടുപേരും പറഞ്ഞിരുന്നില്ല. ആൻഡ് ഇൻ ദ ബിഗിനിങ് ലോറ കനോട്ട് ജോയിൻ വിത്ത് ദം. അങ്ങനെ തൻ്റെ കൂടെ പഠിച്ച ചെക്കനാണ് എന്ന് ലോറ മനസ്സിലാക്കുന്നു, അതേപോലെ തന്നെ ജിമ്മും മനസ്സിലാക്കുന്നു ആ പെൺകുട്ടിയാണ് ഇവളെന്ന്. അങ്ങനെ ഇവർക്ക് ആദ്യമൊക്കെ പരസ്പരം മിണ്ടാൻ കഴിയുന്നില്ല. ബട്ട് ലേറ്റർ വെൻ ജിം ആൻഡ് ലോറ ആർ ലെഫ്റ്റ് അലോൺ ബൈ കാൻഡിൽ ലൈറ്റ് ഇൻ ദ ലിവിംഗ് റൂം waiting for the electricity, Jim recognizes her inferiority complex and asks her to think of her in a better way. ആദ്യമൊക്കെ ലോറയ്ക്കും ജിമ്മിനും പരസ്പരം മിണ്ടാൻ സാധിക്കുന്നില്ല. അതായത് ആ ഒരു ലോറയുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ പിന്നീട് കറണ്ട് പോകുന്ന സമയത്ത് ഒരു മെഴുകുതിരിയുടെ വെളിച്ചമാണ്. ആ മെഴുകുതിരി വെളിച്ചത്തിൽ ലോറയും ജിമ്മും ഒറ്റയ്ക്കാവുന്ന അവസരത്തിൽ ജിമ്മ് അവളോട് പറയുന്നു, നീ നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ കളഞ്ഞ് പുറത്തേക്ക് വരണം, പുറലോകവുമായിട്ട് ബന്ധം ഉണ്ടാക്കണം, അതേപോലെ നിന്നെക്കുറിച്ച് ഒരു നല്ല ഒരു
മതിപ്പ് നിനക്ക് തന്നെ ഉണ്ടാകണം. കാരണം നമ്മൾ നമ്മളെ തന്നെ ഇടിച്ചു താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കൊരു വിലയില്ലാണ്ടായി പോകും. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ഒരു എന്താണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകണമെന്നൊക്കെ ജിം ലോറയോട് പറഞ്ഞു കൊടുക്കുന്നു. And they engage in a dance in which he accidentally falls on her glass menagerie and the glass unicorn fell on the floor and breaks its horn. അങ്ങനെ അവർ സംസാരമൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് അവർ ഡാൻസിൽ ഏർപ്പെടുന്നു. ലോറയും ജിമ്മും ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ലോറയ്ക്ക് ലോറയുടേതായ ഒരു ലോകമുണ്ട്, ഒരു ഗ്ലാസ് മെനേജറിയുടെ ലോകം, ഗ്ലാസ് ആനിമൽസിൻ്റെ ഒരു കളക്ഷൻ അവർക്കുണ്ട്. ആ ഒരു കളക്ഷനിലേക്ക് ജിമ്മ് പെട്ടെന്ന് വീഴുന്നു. ജിമ്മ് അറിയാതെ ഒന്ന് ചരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ചരിഞ്ഞു പോകുമ്പോൾ അയാൾ തട്ടിയിട്ട് അവളുടെ ഒരു യൂണിക്കോണിൻ്റെ ഒരു പിക്ചർ ഉണ്ടെന്ന് പറഞ്ഞു, ഗ്ലാസ് ഫിഗറാണ്, അത് പെട്ടെന്ന് താഴെ വീഴുന്നു. അങ്ങനെ താഴെ വീണിട്ട് ആ ഒറ്റ കൊമ്പ് പൊട്ടിപ്പോകുന്നു. ജിം ദെൻ കിസസ് ഹെർ ആൻഡ് റിവീൽസ് ദാറ്റ് ഹി ഈസ് എൻഗേജ്ഡ്. ഈ സമയത്ത് ജിമ്മിന് വളരെയധികം വിഷമം തോന്നുന്നു. കാരണം അവൾക്ക് അത്രയധികം ഇഷ്ടമുള്ള ഒരു ഗ്ലാസ് ഫിഗറാണ് പൊട്ടിയത്. എന്നാലും ആ ഒരു സംഭവം മറച്ചു വെച്ചുകൊണ്ട് അവളെ കിസ് ചെയ്യുന്നു. ജിം അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് ഇവളോട് പറയുന്നു താൻ എൻഗേജ്ഡ് ആണ് എന്ന കാര്യം പറയുന്നു. ആൻഡ് ലോറ ഗിവ്സ് ദ ബ്രോക്കൺ യൂണിക്കോൺ ആസ് എ ഗിഫ്റ്റ് ടു ഹിം. ഈ സമയത്ത് അവന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ബ്രോക്കൺ യൂണിക്കോൺ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു ലോറ അവൾ സിംബലൈസ് ചെയ്യുന്നത് അവളെ തന്നെയാണ് ആ ഒരു ഗ്ലാസ് ഫിഗറിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. അവളുടെ ജീവൻ തന്നെയാണ്, ശരിക്കും ആ ഒരു ജീവൻ തന്നെയാണ് അവൾ ജിമ്മിന് കൊടുക്കുന്നത്. ആൻഡ് വെൻ ഹി ലെഫ്റ്റ് അമാന്ത ഗോട്ട് ആംഗ്രി അറ്റ് ടോം ഫോർ ബ്രിങ്ങിങ് സച്ച് ആൻ എൻഗേജ്ഡ് മാൻ. ഈ സമയത്ത് അവൻ ബൈ പറഞ്ഞു പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അമാന്ത ടോമിനോട് ദേഷ്യപ്പെടുന്നു. കാരണം നമ്മൾ പറഞ്ഞു ലോറയ്ക്ക് പറ്റിയൊരു സ്യൂട്ടറെ അല്ലെങ്കിൽ ഒരു കാമുകനെ അന്വേഷിച്ചിട്ടാണ് അങ്ങനെ ഒരാളെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഇവിടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാളെയാണ് ടോം കൊണ്ടുവന്നത്. ജിമ്മിൻ്റെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നതിന് അമാന്ത ടോമിനോട് ദേഷ്യപ്പെടുന്നു. ടോം നൗ റിയലൈസസ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ആസ് ദേ ആർ റെഡി ടു സെൻഡ് ലോറ വിത്ത് ജിം. ഈ സമയത്ത് ടോം മനസ്സിലാക്കുന്നു ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് നന്നായി, ഇല്ല എങ്കിൽ അമാന്ത ഒരു പക്ഷേ ജിമ്മിനോടൊപ്പം ലോറയെ ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേനെ എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് നിശ്ചയം കഴിഞ്ഞു, കല്യാണം ഫിക്സ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞത് നന്നായി എന്ന് ടോം ചിന്തിക്കുന്നു. ആൻഡ് ടോം ലീവ്സ് ദ ഹൗസ് ആഫ്റ്റർ ദാറ്റ് ആൻഡ് നെവർ റിട്ടേൺ. അതിനുശേഷം ടോം വീട് വിട്ടു പോകുന്നു. പിന്നീട് ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. He bids farewell to Amanda and Laura and asks Laura to put out the candle. ആ ഒരു സംഭവത്തിന് ശേഷം ടോം ലോറയോടും അമാന്തയോടും ഗുഡ് ബൈ പറയുന്നു. എന്നിട്ട് ലോറയോട് പറയുന്നു നീ ആ മെഴുകുതിരി അണച്ചേക്കൂ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിസിറ്റി കറണ്ട് പോയ സമയമാണ് അവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ മെഴുകുതിരി അണച്ചേക്കൂ എന്ന് പറയുന്നു. കാരണം ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്തത് കൊണ്ടാണ് കറണ്ട് പോയത്. കറണ്ട് പോയതല്ല, കറണ്ട് കട്ട് ചെയ്തതാണ്. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്തത് കൊണ്ടാണ് കറണ്ട് കട്ട് ചെയ്തത്. അപ്പോൾ അത്രയധികം സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത ടോം ആ കുടുംബത്തെ ഉപേക്ഷിച്ച് അവസാനം പോകുന്ന അവൻ്റെ അച്ഛൻ്റെ വഴിയെ തന്നെ അവനും പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ നാടകം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പറഞ്ഞു ദ ഗ്ലാസ് മെനേജറി എന്നതാണ് ഇതിൻ്റെ ടൈറ്റിൽ ചോദിക്കാം. ഗ്ലാസ് മെനേജറി എന്നത് ഇറ്റ് ഈസ് എ വേൾഡ് ക്രിയേറ്റഡ് ബൈ ലോറ. ലോറ അവൾക്ക് കംഫർട്ടബിളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലോകമാണ് ഗ്ലാസ് മെനേജറി. മീൻസ് ഇറ്റ് ഈസ് ദി ഫിഗർ ഓഫ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിൻ്റെ ഫിഗേഴ്സിനെയാണ് മെനേജറി എന്ന് പറയുന്നത്. ഗ്ലാസ് കൊണ്ടുള്ള ഫിഗേഴ്സാണ് ഇവിടെയുള്ളത്. പിന്നീട് അതിൽ സ്പെഷ്യാലിറ്റി, അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിക്കോൺ ദാറ്റ് റെപ്രസെൻറ്റ്സ് ലോറ ഹെർസെൽഫ്. ലോറയെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു യൂണിക്കോൺ ആണ്. അത് അവസാനം അതിൻ്റെ കൊമ്പ് പൊട്ടിപ്പോകുന്നു. ദാറ്റ് മീൻസ് ഇൻഫീരിയോറിറ്റി ഇല്ലാതെയാകുന്നു എന്നും നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ലോറയുടെ ഇൻഫീരിയോറിറ്റി ഒഴിവായിട്ട് അത് ഇല്ലാതെയായിട്ട് അവൾ പുറലോകത്തേക്ക് വരുന്ന ഒരു കാഴ്ച, അതാണ് അവിടെ ആ ഒരു യൂണിക്കോണിൻ്റെ ഒറ്റക്കൊമ്പ് പൊട്ടിയത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും വ്യാഖ്യാനമുണ്ട്. ആൻഡ് ഇതിൽ ചോദിക്കാവുന്നത് ടൈറ്റിൽ ചോദിക്കാം, അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, പിന്നീട് ചോദിക്കാവുന്നത് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ ദ ഗ്ലാസ് മെനേജറി. These are the main points. Hope you enjoyed it. Thank you.